അല്ലേ ബാലമാമനല്ലേ പറയുന്നത്. മാഷേ. ഗോപി, ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയതാ. തന്നെ ഞാൻ കാണാനിരിക്കായിരുന്നു. എന്താ മാഷേ? നാളെയെങ്കിലും മോട്ടർ അടിച്ചു കൊടുക്കണം. എന്നാലേ സമയത്ത് കൃഷി ഇറക്കാൻ ഒക്കൂ. അതെ, കഴിഞ്ഞ കൊല്ലത്തെ പോലെ ആവരുത്. ഇല്ല മാഷേ, അത് ഞാൻ നോക്കിക്കൊള്ളാം. ശരി ഇരു മാഷേ. അപ്പൊ നാളെ കാണാം മാഷേ. ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുക്കാതെ ഇതിനൊരു തീരുമാനമാവില്ല. അതങ്ങനെ ഒരു നാഴി വേറൊരു നാഴിക്കകത്ത് ഇറങ്ങില്ലല്ലോ. അതാരാ? യശോദി, വല്ല കാശ് കൊടുക്കാനുള്ളവരാണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് മന്ത്രിയെ കാണാൻ പോയേക്കാന്ന് പറഞ്ഞു വിട്ടെ. അയ്യോ, അച്ഛൻ വരുന്നു. മാമനോ? മാമ കേറിയിരിക്കും. മാമ അച്ഛാ, ചായ എടുക്കട്ടെ? ഒന്നും വേണ്ട. നിന്റെ അമ്മയോട് ഇറങ്ങാൻ പറയേ. ഇനി ഞാൻ വന്നില്ല വിളിച്ചില്ല അതൊന്നും പറയാൻ നിൽക്കരുത്. അമ്മേ, അപ്പച്ചി, അമ്മേ, ദാ അച്ഛൻ വന്നു. അപ്പച്ചി, അമ്മേ, ദേ അച്ഛൻ വന്ന് വിളിക്കുന്നു. ആര്? എപ്പ വിളിച്ചു? ഞാനൊന്നും കേട്ടില്ലല്ലോ. അപ്പച്ചി ഇവിടെ ഇരുന്ന് അങ്ങനെ കേൾക്കും. അപ്പച്ചി ഒന്ന് പുറത്തേക്ക് വാ. എന്നെ ഇവിടെ വന്ന് വിളിക്കാതെ ഞാൻ പുറത്തോട്ട് വരില്ല. ആ മുഖത്ത് നോക്കി 3-4 ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. എനിക്കതിന് ഉത്തരം വേണം. ഇതിപ്പോ ഞങ്ങളുടെ പാർട്ടിയിലെ സീറ്റ് ചർച്ച പോലെ ആയല്ലോ. അപ്പച്ചി, വിളിക്കാനായിട്ട് മാമൻ ഇവിടം വരെ വന്നില്ലേ? അപ്പൊ പിന്നെ കൂടെ ചെന്നൂടെ? അപ്പച്ചി പിടിച്ചെടുത്ത് തന്നെ കാര്യങ്ങൾ നടന്നില്ലേ? അപ്പോ ഒറ്റ ദിവസം കൊണ്ട് നിനക്കൊക്കെ ഞാൻ ശല്യമായി. ഇപ്പൊ നിനക്കൊക്കെ എന്നെ എങ്ങനെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടണം. ഓ അയ്യോ, ഞാൻ മനസ്സിൽ പോലും ആലോചിക്കാത്ത കാര്യ. ശരി അപ്പച്ചി, പോണ്ട. ആ വന്നിരിക്കുന്ന ആളോട് ഞാൻ എന്തു മറുപടി പറയണം? ഞാൻ ചോദിച്ച 2-3 കാര്യങ്ങളുണ്ട്. അതിന് കൃത്യമായി മറുപടി കിട്ടാതെ ഞാൻ വരുന്നില്ലെന്ന് പോയി പറയണം. ശരി, അപ്പച്ചി ഇവിടെ ഇരുന്നോ. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്കമ്മേ. അച്ഛൻ വന്നില്ലേ? അമ്മ ചെല്ല്. അമ്മേ, അച്ഛൻ വന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ വരുന്നില്ലെന്ന് പോയി പറയ്. എനിക്ക് പേടിയാ. കൊല്ലാനാണോ വളർത്താനാണോ എന്ന് ആർക്കറിയാം? അമ്മേ, അച്ഛൻ വിളിക്കാൻ വന്നില്ലേ? അപ്പൊ അമ്മ ജയിച്ചില്ലേ? മാറിപ്പോടാ. നീ അങ്ങേരുടെ ചാരനല്ലേ? മാറങ്ങോട്ട്. അമ്മേ, വാമേ പോവാം. വെറുതെ വാശി പിടിക്കാൻ നിൽക്കണ്ട. ഞാൻ വരുന്നില്ല. നീയൊക്കെ ഇവിടുന്ന് ഇറങ്ങി പോയേ. അമ്മേ, അമ്മേ, അച്ഛൻ വന്ന് വിളിച്ചില്ല. അമ്മേ, അമ്മ പറഞ്ഞോളൂ അച്ഛൻ ചെയ്തില്ലേ? പിന്നെ അമ്മ അച്ഛനോട് ഇങ്ങനെ വാശി കാണിക്കുന്നേ? അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പറയുന്ന കേക്കമ്മേ. അതെ, എന്നോടെന്തോ ചോദിക്കാനുണ്ടെന്ന് കേട്ടു. ചോദ്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഉത്തരം ഞാനങ്ങ് പറഞ്ഞേക്കാം. ചാരുവിനോടുള്ള എന്റെ ഇഷ്ടത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അതെന്റെ കടമയാ. അത് അംഗീകരിക്കാൻ പറ്റിയെങ്കിൽ മാത്രം വന്നാ മതി. കണ്ടോ, ഞാൻ വരണമെന്നുള്ള ഒരു ചിന്തയില്ല. ചാരു കഴിഞ്ഞിട്ട് ഞാൻ. അതെന്തായാലും നടക്കില്ല. ഒന്നുകിൽ അവള് അല്ലെങ്കിൽ ഞാൻ. അത് മതി ഇനി അങ്ങോട്ടുള്ള ജീവിതത്തില്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ദേ, 1 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യും. വരുന്നെങ്കിൽ വരാം. അമ്മേ, ദേ അച്ഛൻ്റെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മിനിറ്റ് അല്ല കേട്ടോ. നിന്റെ അമ്മയ്ക്കൊന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അച്ഛാ, എടി, അങ്ങനെ ശരീരം മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ മനസ്സ് വന്നിട്ടില്ല. ഞാൻ വരുന്നില്ലെന്ന് നീ പോയി പറയ്. ഞങ്ങൾ തമ്മിൽ ചേരില്ലടി. അമ്മ വരുന്നില്ലല്ലോ. അതെ, ഞാൻ പോയെന്ന് പറഞ്ഞേക്കാം. അമ്മേ, ദേ അച്ഛൻ പോവാണേ. അപ്പച്ചി, അമ്മേ, വേഗം പൊക്കോ. അയ്യോ, അതെ, എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോണ്ട് വന്നേക്ക്. അപ്പച്ചി,
വാ ആ ബെസ്റ്റ് പോയി. അതെ, മക്കള് പറഞ്ഞതൊന്നും കേട്ടില്ലെന്ന് വേണ്ട. അതൊക്കെ अरे बाबू, यहाँ पर सीसीटीवी नहीं है. ചേട്ടാ വരൂ. റൂമിനാണോ? അതെ. ഇരിക്കൂ. എ സി ആണോ നോൺ എ സി ആണോ? എന്നാ എ സി തന്നെ ആയിക്കോട്ടെ. 2000 അഡ്വാൻസ് വേണം. അല്ലത് UPI ചെയ്താൽ മതിയോ? ഓക്കെ, മതി. ആ, ID പ്രൂഫ് വേണം. അയ്യോ, ID പ്രൂഫോ? സോറി, വീട്ടിലാ, എടുക്കാൻ മറന്നുപോയി. അത് ഈ നാട്ടുമ്പുറം ആയതുകൊണ്ടേ അതൊന്നും വേണ്ടാന്ന് ഓർത്തു. അയ്യോ, അത് പറ്റില്ല. പോലീസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ID പ്രൂഫ് ഇല്ലാതെ റൂം കൊടുക്കരുതെന്ന്. അല്ല, ഇവിടെ പോലീസ് വരുമോ? ആ, ഇടയ്ക്കിടയ്ക്ക് വന്ന് രജിസ്റ്ററൊക്കെ നോക്കിയിട്ട് പോകാറുണ്ട്. എന്താ ചെയ്യാ? എടാ ബബ്ലി, നിന്റെ ഉണ്ടോ? मेरे पास एक फोटोस्टेट कॉपी है. ആ, ഫോട്ടോസ്റ്റാറ്റ് മതി. ഇവിടെ ഒരു കോപ്പി മാത്രം മതി. ഇതെന്താ, ഡ്രൈവിംഗ് ലൈസൻസ് ആണോ? नहीं, वो आधार का कॉपी है. इधर का एड्रेस नहीं है, वो मुंबई का है. ഓ, അത് ശരി. ഓക്കെ ഓക്കെ. ഡാ വെങ്കിടി, വെങ്കിടി, വെങ്കിടി. ആ ദാ ഇവർക്ക് ആ റൂം ഒന്ന് കാണിച്ചു കൊടുക്ക്. വാങ്ക സാർ. അല്ല, ഈ പുഴ കിടന്ന് അക്കരെ പോകാനായിട്ടേ സ്പീഡ് ബോട്ടോ ഹൗസ് ബോട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അതൊക്കെ ആലപ്പുഴയിൽ നിന്ന് വരുന്ന സായിപ്പുമാർ വരുന്നതാണ്. എപ്പോഴും ജങ്കാറും ഉണ്ട്, അക്കരയ്ക്ക് കടത്തോളവും ഉണ്ട്. ശരി, ശരി. ആയിക്കോട്ടെ. ഓക്കെ.